Hi friends, welcome back. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ചിക്കൻ്റെ ഐറ്റവുമായിട്ടാണ്. നാടൻ ചിക്കൻ പെരട്ട്. നാടൻ ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാനും മറക്കണ്ട. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ ഞാനിപ്പോൾ നാടൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിനെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ടേസ്റ്റ് ഉണ്ടാവുക. പ്രത്യേകിച്ച് നാടൻ ചിക്കൻ ആകുമ്പോൾ വേവാൻ കുറച്ച് പണിയാണ്. നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുകയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ടോളം കറിവേപ്പില, 2-3 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇവ ചതച്ചെടുത്ത പേസ്റ്റ് ഇവ ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, 3 ചുവന്നുള്ളി ഇവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ച സ്മെല്ല് പോവാൻ ജസ്റ്റ് 1 മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാലോ. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 വലിയ സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ല തിന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി സവാള നല്ല പോലെ നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കാന്ന് വെച്ചാൽ സോഫ്റ്റ് ആക്കി എടുക്കല്ല വേണ്ടത്. നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യുന്നത് പോലെ എടുക്കണം. എന്നാലേ നമ്മുടെ റോസ്റ്റിന് കളർ ഉണ്ടാവുള്ളൂ. അതിനായിട്ട് സവാള വഴറ്റിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് മാത്രം വഴറ്റിയെടുക്കുക. അത് ഇതിന് മാത്രമല്ല, നമ്മുടെ എന്ത് റോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ നമ്മുടെ ആ ഡിഷിന് കളർ കിട്ടുന്നതാണ്. ഇതുപോലെ കണ്ടില്ലേ, ഈ കളറാക്കി വേണം എടുക്കാൻ. നല്ല ഗോൾഡൻ കളറായിട്ട് വേണം എടുക്കുക. എന്നാൽ നമ്മുടെ വരട്ടിന് നല്ല കളറായിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലപ്പൊടികളുടെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഇപ്പോൾ മസാലപ്പൊടികൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും വളരെ തിന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയും തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ സോഫ്റ്റ് ആക്കി എടുക്കണം. തക്കാളി എത്രത്തോളം സോഫ്റ്റ് ആക്കുന്നോ അത്രത്തോളം നമ്മുടെ വരട്ടിന് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അത് ആക്ച്വലി ഒരു ടിപ്പാണ്. ഇതിൽ മാത്രമല്ല, എന്ത് നിങ്ങൾ റോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും തക്കാളി മാക്സിമം സോഫ്റ്റ് ആക്കി അലിച്ചെടുക്കുക. എന്നാൽ നല്ല പോലെ നിങ്ങളുടെ റോസ്റ്റിന് ടേസ്റ്റ് കൂടും. കണ്ടോ, ഇപ്പോൾ തക്കാളി നല്ല പോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഉടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുത്തി ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ ഇതിലേക്ക് നല്ല പോലെ അലിയിച്ചെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്.
പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇവ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെയും കൂടെ എണ്ണയിലൊന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ മുളക് പൊടിയുടെ അളവ് നിങ്ങൾ കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ. കാരണം വീട്ടിൽ കുട്ടികൾക്കൊന്നും എരിവ് അധികം പറ്റാത്തതുകൊണ്ട് ഞാൻ മാക്സിമം മുളക് പൊടി കുറച്ചിട്ടേ എടുക്കാറുള്ളൂ. നല്ലപോലെ എരിവ് വേണമെന്നുള്ളവർ മുളക് പൊടി ഇനിയും കൂട്ടാട്ടോ. മസാലപ്പൊടികൾ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതൽ വേണ്ട, ചിക്കൻ കുക്കായി വരാനും വേണ്ടി മാത്രം മതി. ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ഇത് കുക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ചിക്കനും മസാലയൊക്കെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനും മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കായി വരാനും വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതിനൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് നാടൻ ചിക്കൻ ആയതുകൊണ്ടാണ് 15 മിനിറ്റ്. നമ്മുടെ സാധാരണ ചിക്കൻ ആണെങ്കിൽ 10 മിനിറ്റ് ഒക്കെ മതിയാവും. ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കിന് നിങ്ങളിത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നിട്ടുണ്ട്. ഏകദേശം ഒരു 7 മിനിറ്റ് ആയി കാണും. അപ്പോക്കിന് നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും ഇത് നല്ല പോലെ തിക്കായി വരുന്നു. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗുട്ടൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സവാള വഴറ്റിയെടുക്കുന്നതിലാണ്. സവാള നല്ല പോലെ ഗോൾഡൻ കളറായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ കളറായിട്ട് കിട്ടും. ഇത് കണ്ടില്ലേ, നല്ല പോലെ കളറായി നല്ല പെർഫെക്റ്റ് ആയ നാടൻ ചിക്കൻ വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആ ഒരു സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്